ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന 5 കേക്കുകളുടെ വർക്കാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ആദ്യത്തെ കേക്ക്. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. അപ്പോൾ ഒരു സിമ്പിൾ സ്പൈഡർമാൻ തീമിലാണ് കേട്ടോ കേക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ബ്ലൂ റെഡും ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കളർ വളരെ കുറഞ്ഞ് വരുന്നൊരു കളറെന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. റെഡ് ആകുമ്പം നമുക്ക് കുറേയും കൂടെ കളർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള കേക്കാണ്. ഒരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നേ. പക്ഷേ ആ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആ ഒരു തീമൊന്നും നമ്മുടെ കേക്കിൽ വന്നിട്ടില്ല. കാരണം 2 കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ റൈറ്റിങ്സ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കേക്ക് ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ വെബ് വരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ വെബ് വരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കേക്ക് ഓൾറെഡി ലൈറ്റ് ഷെയ്ഡാണ്. അപ്പം നമ്മൾ പിന്നെ വൈറ്റിൽ വരയ്ക്കുമ്പോൾ ഒട്ടും ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിനെ വെച്ച് റൈറ്റിങ്സ് കൊടുക്കുന്നത്. എന്നിട്ടൊരു പ്രിൻ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഇതിന് ഈ കേക്കിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് സെർവിങ് കേക്കാണ്. അത് നമ്മൾ ഈ ഒരു കളർ തീം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ബ്ലൂ ആൻഡ് ആ ഒരു റെഡ് ആ ഒരു കോമ്പിനേഷൻ നമ്മളിതിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു റോസറ്റ നോസൽ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ചിട്ട് ഈ കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ കസ്റ്റമൈസേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നോർമൽ കേക്ക് ഓൾറെഡി നമ്മൾ നൈറ്റ് ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കേക്കിലോട്ട് ആവശ്യമുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് ക്രീമിൽ തന്നെയാണ് നമ്മൾ കേക്ക് കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഞാനിതിൽ ഒരു പിൻട്രസ്റ്റിൽ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഡിസൈനാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മളിതിലോട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്കായിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ ഒരു ഷെയ്ഡിലാണ് നമ്മുടെ കേക്ക് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് തന്നെ നമുക്ക് റൈറ്റിങ്സ് കൂടെ ഒന്ന് കൊടുക്കാം. ഞാൻ കണ്ട ആ ഒരു പിക്കിൽ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് മാത്രമായപ്പോൾ വലിയൊരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാൻ കേക്കിന് ചുറ്റും ഒരു സ്ക്രേപ്പർ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിലും ചില ഇമേജസ് നമ്മൾ പിക്കിൽ കാണുന്ന സമയത്തുള്ളൊരു ഭംഗി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരാറില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2-3 ബട്ടർഫ്ലൈസ് ഒന്ന് അവിടെ എവിടെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ കേക്കിന് ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗോൾഡ് ഷെയ്ഡിലുള്ള കുറച്ച് ഷുഗർ ബോൾസും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് 1/2 kg റെഡ് വെൽവെറ്റാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ എല്ലാം ഈ നേരത്തെ പ്രീ ബുക്കിംഗ് വരുന്ന കേക്കുകളെല്ലാം നമ്മൾ തലേദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പെട്ടെന്ന് വരുന്ന കേക്ക് ഓർഡേഴ്സ് മാത്രമാണ് നമ്മൾ അന്നേരം ചെയ്യാറുള്ളത്. ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫിനിഷ് കോട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നോർമൽ ക്രംസൊക്കെ ഇട്ട് വരുന്ന ഡിസൈനായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ നമുക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഇത് 1 kg റെഡ് വെൽവെറ്റ് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കസ്റ്റമറിന് ക്രീം ഒട്ടും തന്നെ വേണ്ടായിരുന്നു. അവർക്ക് ഒട്ടും താല്പര്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ഒരു സ്പാച്ചില ക്രീം മാത്രമാണ് ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ക്രംസൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു കോലത്തിലാണ് നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ക്രംസ് എല്ലാം പുറത്ത് വന്നതുകൊണ്ട് പിന്നെ ക്രംസ് ഇട്ടിട്ട് തന്നെ ആ ഒരു ഡിസൈൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കേക്കുകളുടെയും ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.